സംസാരിക്കാൻ ഞാൻ Do ആഗ്രഹിക്കുന്നത്. you hear God speaks? ദൈവം സംസാരിക്കുന്നത് നാം കേൾക്കുന്നുണ്ടോ? Do you hear when God speaks? ദൈവം സംസാരിക്കുമ്പോഴൊക്കെ നാം കേൾക്കുന്നുണ്ടോ? And Lord reminded me about this. ഇതിനെക്കുറിച്ച് ദൈവം എന്നെ ഓർമ്മിപ്പിക്കുവാനിടയായി. That I want to let my people know that I will never leave them orphans and unattended. അമ്മേ, ഞാൻ ഒരിക്കലും എൻ്റെ ജനത്തെ ഞാൻ അനാഥരായി ഒരിക്കലും വിടുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിച്ചു. The Bible study was so blessed. ബൈബിൾ സ്റ്റഡി വളരെ അനുഗ്രഹിക്കപ്പെടുന്നതായിരുന്നു. And then the youth exhortation that came in sync with exactly what I'm going to share. അതിനുശേഷം യൂത്ത് എക്സോർട്ടേഷൻ വന്നത് ഞാൻ പറയുന്നതിന് ഒരുമിച്ച് ചേർന്ന് പോകുന്നു. Preparing us. First, Lord was preparing that what is your identity of your worship. ആമേൻ. നിങ്ങളുടെ ആരാധനയുടെ ഐഡന്റിറ്റി എന്താണ്? Second thing, Lord reminded us. ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ചു. What is your identity in Christ? ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ മുദ്ര എന്താണ്? Your identity is not your feeling. ആമേൻ. നിങ്ങൾക്ക് തോന്നുന്നതല്ല നിങ്ങളുടെ ഐഡന്റിറ്റി. Your identity is not what others say about you. മറ്റുള്ളവരെന്താണോ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അതല്ല നിങ്ങളുടെ ഐഡന്റിറ്റി. Your identity is not what culture talks about you. സംസ്കാരം പറയുന്നതല്ല നിങ്ങളുടെ വ്യക്തിത്വം. Your identity is in Christ. What Christ has defined for you. ആമേൻ. ക്രിസ്തുവിൽ ക്രിസ്തുവെ പ്രകാരം നിങ്ങളെ വിവേചിക്കുന്നു, അതാണ് How നിങ്ങളുടെ many of you വ്യക്തിത്വം. can say my identity is in Christ? ആമേൻ. എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി പറയുവാൻ കഴിയും എൻ്റെ വ്യക്തിത്വം ക്രിസ്തുവിൽ അത്രേ? Amen. ആമേൻ. Do you have boldness to say my identity is in Christ? എത്ര പേർക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും എൻ്റെ വ്യക്തിത്വം ക്രിസ്തുവിൽ അത്രേ? Nobody can define my identity. മറ്റാർക്കും അവനെ വിവേചിച്ചെടുക്കാൻ You know, കഴിയില്ല. how I feel today is not how I feel tomorrow. ഞാൻ ഇന്ന് എങ്ങനെ എനിക്ക് തോന്നുന്നു അപ്രകാരമല്ലായിരിക്കും നാളെ Our എനിക്ക് തോന്നുന്നത്. feelings changes. ആമേൻ. എനിക്ക് എൻ്റെ തോന്നലുകൾ മാറുന്നുണ്ട്. Our feeling changes. എൻ്റെ തോന്നലുകൾ മാറാറുണ്ട്. Today, this moment, my feeling is different. ആമേൻ. ഇപ്പോൾ ഈ നിമിഷം എനിക്ക് തോന്നുന്നത് വ്യത്യസ്തമാണ്. Tomorrow, my feeling will be different. നാളെ എൻ്റെ ഫീലിംഗ്സുകൾ മാറാം. So, with the change of feeling, if my identity is changing, ആമേൻ. എൻ്റെ തോന്നലുകൾക്ക് അനുസരിച്ച് എൻ്റെ വ്യക്തിത്വം മാറുമെങ്കിൽ that is not what God has defined you. അപ്രകാരമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Your identity is hidden in Jesus Christ. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം ക്രിസ്തുവിൽ And I മറിഞ്ഞിരിക്കുകയാണ്. want to let you know, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. today God wants to speak to you about that. ആമേൻ. അതിനെ കുറിച്ച് തന്നെ പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. God speaks to our situations. നമ്മുടെ സാഹചര്യത്തെ നോക്കി ദൈവം സംസാരിക്കാറുണ്ട്. For today's observation, we will go towards the book of Epistle of Hebrews, chapter 1 and verse 1 till 4. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ പകൽത്തെ Would you ചിന്തയ്ക്കായി നമുക്ക് join with വായിക്കാം. me in reading it loud? ചേർന്ന് ഉറക്കെ നമുക്ക് വായിക്കാം. Let's read. God, after he spoke long ago to the fathers in the prophet, in many portions, in many ways, in these last days has spoken to us in his Son, whom he appointed heir of all things, through whom also he made the world. And he is the radiance of his glory and the exact representation of his nature, and uphold all things by the word of his power. When he had made purification of sins, he sat down at the right hand of the majesty on high, having become as much better than the angels, as he has inherited a more excellent name than they. Amen. How many of you have read this before? ഇത് എത്ര പേര് മുമ്പ് വായിച്ചിട്ടുണ്ട്? Before Malayalam reading comes in, may I know you have the mic? Yes. Okay, please go ahead with that. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ തൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. Amen. Amen. Come on, let's look into this verse. ഈ ഒരു വചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം.
the major implication here is he spoke. ആമേൻ. ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമായ വസ്തുത ദൈവം സംസാരിച്ചു എന്നുള്ളതാണ്. God spoke. ദൈവം സംസാരിച്ചു. Not just God spoke, but God speaks. ആമേൻ. ദൈവം സംസാരിച്ചു എന്നുള്ളതല്ല, ദൈവം ഇന്നും സംസാരിക്കുന്നു. How many of you know and has ever had an experience hearing God? ആമേൻ. ദൈവത്തിന്റെ ശബ്ദം കേട്ട ആ അനുഭവം അനുഭവിച്ചുള്ള എത്ര പേരുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം പിടികിട്ടിയോ? Did you understand the question that How I many asked? of you can really say that yes, Lord spoke to me? എത്ര പേർക്ക് ഉറപ്പായി പറയുവാൻ കഴിയും ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്ന്? Okay. Amen. I'm glad for those people whom God spoke. ആമേൻ. ദൈവം സംസാരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞ അത്രയും പേരോട് ഞാൻ ദൈവത്തെ And those സ്തുതിക്കുന്നു. people who are not confident, ആമേൻ. ഉറപ്പില്ലാത്തവരോട് today I want to talk to you. ആമേൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ And ആഗ്രഹിക്കുന്നു. also to reminder to those people who has already heard the word. ആമേൻ. ദൈവ ശബ്ദം കേട്ടിട്ടുള്ളവർക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരിക്കും. The Spirit of the Lord is telling us ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളോട് our പറയുകയാണ്, God is a God of speaking, communication. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ഒരു ദൈവമാണ്. You know, we are talking about the crisis of communication. ആമേൻ. നാം സംസാരത്തിന്റെ ഒരു ക്രൈസിസിനെ കുറിച്ച് നാം കേട്ടല്ലോ. We also heard about the crisis of obedience. ആമേൻ. അനുസരണത്തിന്റെ ഒരു ക്രൈസിസ് കൂടി നാം You കേട്ടല്ലോ. remember? Crisis of communication and crisis of obedience. സംസാരത്തിന്റെ ഒരു ക്രൈസിസും അനുസരണത്തിന്റെ ഒരു ക്രൈസിസും. But I want to let you know, പക്ഷെ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ, our God speaks. നമ്മുടെ ദൈവം He സംസാരിക്കുന്നു. is not a dead God. നമ്മുടെ ദൈവം മരിച്ച ഒരു ദൈവമല്ല. He is a God who wants to communicate with you. നമ്മളോട് ഇന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു Every ദൈവമാണ്. day He communicates. ഓരോ ദിവസവും നമ്മളോട് സംസാരിക്കുന്നു. Today also He communicates. ഇന്നും നമ്മളോട് സംസാരിക്കുന്നു. Our God is a God of communication. നമ്മുടെ ദൈവം സംസാരിക്കുന്ന Somebody ദൈവമാണ്. need to believe our God is not a silent God. നമ്മുടെ ദൈവം മൗനമായിരിക്കുന്ന ദൈവമല്ല എന്ന് In your വിശ്വസിക്കുന്ന ആവശ്യമാണ്. situation, I want to tell and reframe this. God is not silent. നിങ്ങൾ ഓരോരുത്തരുടെയും അവസ്ഥയിൽ ദൈവം മൗനമായി ഇരിക്കുന്നില്ല, ദൈവം സംസാരിക്കുന്നു. In a very prophetic utterance, I want to let you know, my God is not silent in your situation. നിങ്ങളുടെ സാഹചര്യത്തിൽ പ്രവചനിക ശബ്ദത്തിൽ വിളിച്ചു പറയട്ടെ, എന്റെ ദൈവം മൗനമായിരിക്കുന്നില്ല. In your issues, He is not silent. നിങ്ങളുടെ വിഷയങ്ങളുടെ മീതെ ദൈവം In മൗനമായിരിക്കുന്നില്ല. your sickness, He is not നിങ്ങളുടെ silent. രോഗത്തിൽ ദൈവം മൗനമായിരിക്കുന്നില്ല. In your confusion, He is not നിങ്ങളുടെ silent. കൺഫ്യൂഷനിൽ ദൈവം In മൗനമായിരിക്കുന്നില്ല. your suffering, He is not നിങ്ങളുടെ silent. കഷ്ടതയിൽ ദൈവം മൗനമായിരിക്കുന്നില്ല. God speaks. ദൈവം He സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. speaks to you. ആമേൻ. ദൈവം നിങ്ങളോട് He സംസാരിക്കുന്നു. speaks to your situation. നിങ്ങളുടെ സാഹചര്യത്തോടും സംസാരിക്കുന്നു. And I want to tell you two phrases of His talk. ആമേൻ. ദൈവം സംസാരിക്കുന്നതിന് രണ്ട് ഫ്രേസസ് പറയുവാൻ ഞാൻ How ആഗ്രഹിക്കുന്നു. God spoke in the history. ആമേൻ. ചരിത്രത്തിൽ എപ്രകാരം ദൈവം സംസാരിച്ചു. There are two phases. രണ്ട് രീതികളുണ്ട്. Number one, ഒന്നാമത്, before coming of the Son of God, He spoke. ആമേൻ, മനുഷ്യപുത്രൻ വരുന്നതിന് മുമ്പ് തന്നെ ദൈവം സംസാരിച്ചു. Second, He രണ്ടാമതായി, spoke after the Son of God came. ദൈവത്തിന്റെ പുത്രനെ അയച്ചതിന് ശേഷം ദൈവം സംസാരിച്ചു. So we can easily find this difference in two testaments. In Old Testament, before the coming of the Son of God. ആമേൻ. ദൈവപുത്രൻ വരുന്നതിന് മുമ്പേ പഴയ നിയമത്തിൽ ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കാം, പുതിയ നിയമത്തിൽ അതിന്റെ ശേഷവും. And after coming the Son of God in New Testament. ആമേൻ. പുതിയ നിയമത്തിൽ പുത്രൻ വന്നതിന് ശേഷമുള്ള വ്യത്യാസവും നമുക്ക് Come കാണാം. on. Now let's read verse 1. ആമേൻ. ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. And come, let's read louder. ആമേൻ. ഉറക്കെ ചേർന്ന് നമുക്കത് വായിക്കാം. As much as loud as you can. എത്രയും ശബ്ദമുയർത്തി വായിക്കാമോ അത്രയും ശബ്ദമുയർത്തി നമുക്ക് വായിക്കാം. God, after He spoke long ago to fathers in the prophets, okay, in many portions and in many ways, in these last days He has spoken to us in Son. Amen. So two phases how God speaks. ദൈവം സംസാരിക്കാൻ രണ്ട് വ്യത്യസ്തമായ വിധങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. Long ago പണ്ട് to our fathers. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരോട്. What does that mean by fathers? എന്താണ് പിതാക്കന്മാർ എന്ന് പറയുമ്പോൾ? പിതാക്കന്മാർ എന്ന് പറയുമ്പോൾ എന്തോ നമ്മുടെ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചൊക്കെ. I mean, what is fathers for our Pentecostals? നമ്മുടെ പിതാക്കന്മാർ പെന്തക്കോസ്തുകാർ എന്ന് പറയുമ്പോൾ നമ്മുടെ 1900 and 1800 ആൾക്കാരെയായി പറയുന്നത്. I mean, we usually refer to the people who lived in 1900s and 1800s. Yeah, that is not what Bible is talking. അതിനെക്കുറിച്ചല്ല ഈ വചനം സംസാരിക്കുന്നത്. Fathers means the patriarchs in the Old Testament. പഴയ നിയമത്തിൽ കാണുന്ന പാട്രിയാർക്സ് ആണ് ഈ പിതാക്കന്മാർ എന്ന് പറയുന്നത്. Hello, are you with me? Amen.
Are you with me? So മനസ്സിലാകുന്നുണ്ടോ? God spoke to our fathers. അവൻ നമ്മുടെ പിതാക്കന്മാരോട് ദൈവം സംസാരിച്ചു. How did God speak? എങ്ങനെയാണ് സംസാരിച്ചത്? What was the way? ഏത് രീതിയിലാണ് Bible സംസാരിച്ചത്? says he spoke long ago to fathers in what? ആമേൻ. പണ്ട് ദൈവം പിതാക്കന്മാരോട് എങ്ങനെ സംസാരിച്ചു? In prophets. ആമേൻ. പ്രവാചകന്മാരിൽ And കൂടെ. in last day, ആമേൻ. ഈ അവസാന നാളുകളിൽ God speaks to us ദൈവം നമ്മോട് സംസാരിക്കുന്നത് in Son. തന്റെ പുത്രനിലൂടെയാണ്. So in prophet, പ്രവാചകന്മാരിലൂടെ, in Son. പുത്രനിലൂടെ. Come on, everybody say in prophets, പ്രവാചകന്മാരിലൂടെ, in Son. ഇപ്പോൾ പുത്രനിലൂടെ. Amen. Amen. So how God is speaking to us today? എങ്ങനെയാണ് ദൈവം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്? Come on, speak louder. ഉറക്കെ പറയാൻ വരുമോ? In Son. പുത്രനിലൂടെ. In Son. പുത്രനിലൂടെ. Come on, everybody say in Son. പുത്രനിലൂടെ. Our identity is in Christ. ആമേൻ. നമ്മുടെ വ്യക്തിത്വം ക്രിസ്തുവിലാകുന്നു. Our identity is proven in Christ. നമ്മുടെ വ്യക്തിത്വത്തെ തെളിയിക്കുന്നത് And ക്രിസ്തുവിലാണ്. today God speaks to us in Son. നമ്മളോട് ഇന്ന് സംസാരിക്കുന്നതും അതേ ക്രിസ്തുവിൽ കൂടിയാണ്. So definitely God speaks. തീർച്ചയായിട്ടും ദൈവം Our സംസാരിക്കുന്നു. God communicates. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. Our God is to be listened. ആമേൻ. നമ്മുടെ ദൈവത്തെ കേൾക്കേണ്ടത് ആവശ്യമാണ്. He is worthy to be listened. ആമേൻ. കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. I want to tell you, church. ഒരു കാര്യം ഞാൻ സഭയോട് പറയട്ടെ. Would you lift your Bible? നമ്മുടെ ദൈവവചനം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? If you have one. നിങ്ങളുടെ കരങ്ങളിലുണ്ടെങ്കിൽ. And I'm sorry those who don't have. ആമേൻ. ദൈവവചനം കരങ്ങളില്ലാത്തവരോട് ഞാൻ വിഷമിക്കുന്നു. Okay, so if you have one, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, do you believe this? ആമേൻ, ഈ വചനത്തിൽ വിശ്വസിക്കുന്നുവോ? How many of you say I believe this? എത്ര പേർക്ക് പറയാം ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു? I believe this. ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു. I believe this. ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു. See, I am not that one preacher who would say no, the electronic copy is bad. No, I'm not saying that. ആമേൻ. ഡിജിറ്റൽ ആയിട്ടുള്ള ബൈബിൾ തെറ്റാണ്, മോശമാണെന്ന് പറയുന്ന ഒരു പ്രസംഗനല്ല ഞാൻ. Only church I bring this here. ആമേൻ. ചർച്ചിൽ വരുമ്പോൾ ഞാൻ ഇത് കൊണ്ടുവരും. I always read from a digital. ആമേൻ. ഞാൻ വായിക്കുന്ന എപ്പോഴും ഞാൻ So ഡിജിറ്റൽ I'm not ബൈബിൾ judging if anybody is not bringing ഞാൻ that. ആരെയും Okay? വിധിക്കുവല്ല. But it's good to have Bible. ആമേൻ. പക്ഷേ ഒരു വേദപുസ്തകം കരങ്ങളിലുള്ള The written നല്ലതാണ്. word of God is always good. എഴുതപ്പെട്ട ദൈവവചന കരങ്ങളിലുള്ളത് വളരെ Okay, അനുഗ്രഹമാണ്. so when Bible says ആമേൻ. വചനം പറയുന്നു that he speaks to us in Son. ആമേൻ. പുത്രനിലൂടെ നമ്മളോട് സംസാരിക്കുന്നു. If these are the last days, ആമേൻ. ഇതാണ് അവസാന he ദിനങ്ങളിലെങ്കിൽ speaks to us in Son. ആമേൻ. പുത്രനിലൂടെ നമ്മളോട് സംസാരിക്കുന്നു. I want to ask you the question. ആമേൻ. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. When he is talking to you ആമേൻ. നമ്മളോട് സംസാരിക്കുമ്പോൾ from morning 9:30 onwards, പ്രഭാതത്തിൽ 9:30 മുതൽ he is speaking to you. നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. He was speaking in different portion ആമേൻ. പല ഭാഗങ്ങളായി സംസാരിക്കുകയായിരുന്നു. at different times ആമേൻ. പല വ്യത്യസ്ത സമയങ്ങളിൽ with different people. ആമേൻ. മറ്റ് പല വ്യക്തികളിൽ But കൂടെ. we all were talking one thing. പക്ഷെ നമ്മൾ എല്ലാവരും ഒരേ കാര്യമാണ് We were സംസാരിച്ചത്. talking Jesus Christ. നാം ക്രിസ്തുവിനെ കുറിച്ചാണ് സംസാരിച്ചത്. Church, I want to ask you, സഭയോട് ഞാൻ ചോദിച്ചോട്ടെ. are you enjoying when God is speaking to ആമേൻ. you? ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നാം അതിൽ Are you ആനന്ദിക്കാറുണ്ടോ? listening when God is speaking to ദൈവം you? സംസാരിക്കുമ്പോൾ വ്യക്തമായി കേൾക്കാറുണ്ടോ? Now, how can we correlate with two phrases? ആമേൻ. ഈ രണ്ട് കാര്യങ്ങളായി എങ്ങനെ നമുക്കൊന്ന് കോറിലേറ്റ് So, ചെയ്യാം? number one, ഒന്നാമതായി God spoke in Old Testament times. ആമേൻ. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം സംസാരിച്ചു. How did he speak? എങ്ങനെയാണ് സംസാരിച്ചത്? Verse 1, what was that? ഒന്നാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? He spoke in prophets. ആമേൻ. പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചു. Right, everybody, ready? ആമേൻ. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? What do you mean by prophets? എന്താണ് പ്രവാചകന്മാർ എന്ന് In പറയുന്നത്? Old Testament, God spoke to people. ആമേൻ. പഴയ നിയമത്തിൽ ദൈവം ജനത്തിലൂടെ സംസാരിച്ചു. He didn't write on sky. ആമേൻ. ആകാശത്ത് എഴുതി കാണിച്ചില്ല. He didn't shout from mountains. ആമേൻ. വലിയ പർവ്വതത്തിൽ നിന്ന് ഒച്ച വെച്ച് സംസാരിച്ചില്ല. He didn't echoed from sea. ആമേൻ. കടലിൽ നിന്ന് സംസാരിച്ചില്ല. How did God speak? ആമേൻ. എങ്ങനെയാണ് ദൈവം സംസാരിച്ചത്? God spoke to his people through prophets. ആമേൻ. പ്രവാചകന്മാരിൽ കൂടി ദൈവം And I സംസാരിക്കുവാനിടയായി. want to let you know, അതുകൊണ്ട് ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. our fathers heard prophets. ആമേൻ. നമ്മുടെ പിതാക്കന്മാർ പ്രവാചകന്മാർ പറയുന്നത് കേട്ടു. Right? ആമേൻ. They heard prophets. അവർ പ്രവാചകന്മാർ പറയുന്നത് കേട്ടു. When they heard prophets, പ്രവാചകന്മാർ പറയുന്നത് കേട്ടപ്പോൾ they saw prophet, but they heard God. അവർ പ്രവാചകനെ കണ്ടെങ്കിലും കേട്ടത് ദൈവശബ്ദമാണ്. Amen. ആമേൻ. When they heard prophets, അവർ പ്രവാചകനിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ they responded to God. അവർ ദൈവത്തോട് When പ്രതികരിക്കുവാനിടയായി. they heard prophets, അവർ പ്രവാചകനെ കേട്ടപ്പോൾ they fasted. അവർ When ഉപവസിക്കുവാനിടയായി. they heard prophets, അവർ പ്രവാചകൻ ശബ്ദം കേട്ടപ്പോൾ they repented. അവർ മാനസാന്തരപ്പെടുവാനിടയായി. When they heard അവർ prophets, പ്രവാചകൻ ശബ്ദം കേട്ടപ്പോൾ they changed their life. അവർ ജീവിതം തന്നെ മാറ്റുവാനിടയായി. I want to let you know, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ.
പറയട്ടെ, they didn't see the prophet. അവർ പ്രവാചകനെ കണ്ടില്ല. They didn't respected that kind of respect to a prophet, but rather they respected God who was speaking through prophets. പ്രവാചകനിൽ ഉപരിയായി അവർ പ്രവാചകനിൽ കൂടെ സംസാരിച്ച ദൈവത്തെ അവർ അനുസരിക്കുവാനിടയായി. I want to let you know, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, when God wanted to talk to Israel, ഇസ്രായേൽ മക്കളോട് ദൈവത്തിന് സംസാരിക്കേണ്ടി വന്നപ്പോൾ God sent Moses. ദൈവം മോശയെ അയക്കുവാനിടയായി. When God wanted to talk to Nebuchadnezzar, നെബൂഖദ്നേസർ രാജാവിനോട് സംസാരിക്കേണ്ടി വന്നപ്പോൾ God sent Daniel. ഒരു ദാനിയേലിനെ അയക്കുവാനിടയായി. When God has to talk to Israel, ഇസ്രായേലിനോട് സംസാരിക്കേണ്ടി വന്നപ്പോൾ He sent many prophets. മറ്റ് പല പ്രവാചകന്മാരെ അയക്കുവാനിടയായി. But people did not respond to prophet. പക്ഷേ ജനം പ്രവാചകനോടല്ല They പ്രതികരിച്ചത്. heard God in prophet. അവർ ദൈവ ശബ്ദം പ്രവാചകനിൽ കൂടി I want to കേൾക്കുവാനിടയായി. tell this church today, അതുകൊണ്ട് ഈ സഭയോട് ഞാൻ ഇന്ന് വിളിച്ചു പറയട്ടെ, God is still speaking to us in Son. ആമേൻ. ദൈവം ഇന്നും പുത്രനിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. He may bring a youth pastor. ആമേൻ. ചിലപ്പോൾ ഒരു യൂത്ത് പാസ്റ്റർ ആയിരിക്കും He may കൊണ്ടുവരുന്നത്, bring your lead pastor. ചിലപ്പോൾ ഒരു ലീഡ് പാസ്റ്റർ ആയിരിക്കും, Maybe an associate pastor. അല്ല ഒരു അസോസിയേറ്റ് പാസ്റ്റർ ആയിരിക്കും, Maybe an elder. ആമേൻ. ചിലപ്പോൾ ഒരു മൂപ്പനെ ആയിരിക്കും, Maybe a worship leader. ചിലപ്പോൾ ഒരു വർഷിപ്പ് ലീഡർ Maybe a ആയിരിക്കും, person in the band. ചിലപ്പോൾ ബാൻഡിൽ പ്ലേ ചെയ്യുന്ന ഒരു But I want to വ്യക്തി. let you know, പക്ഷെ ഒരു കാര്യം ഞാൻ when വിളിച്ചു they പറയട്ടെ, talk, ആമേൻ, they are സംസാരിക്കുമ്പോൾ not talking for them. നാം അവർക്ക് വേണ്ടിയല്ല They are സംസാരിക്കുന്നത്. not talking from their own perspective. ആമേൻ. അവരുടെ തന്നെ ചിന്തയിൽ കൂടിയല്ല സംസാരിക്കുന്നത്. We stand here to talk in Son. ആമേൻ. നാം ഇന്ന് പുത്രന് വേണ്ടി സംസാരിക്കാൻ We നിൽക്കുന്നു. talk about Jesus Christ. ക്രിസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. Church, where are you responding? ആമേൻ. സഭയെ നിങ്ങൾ എവിടാണ് Are you പ്രതികരിക്കുന്നത്? hearing today? ആമേൻ. നിങ്ങൾ ഇന്ന് കേൾക്കുന്നുണ്ടോ? He is talking to you. ആമേൻ. ഇന്നും ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. Second thing, രണ്ടാമത്തെ the വസ്തുത, pattern of his talk. ആമേൻ, ദൈവം സംസാരിക്കുന്ന രീതികൾ. What is that? In many portions and in many ways. What does that in Malayalam? ഭാഗമായും വിവിധമായും. Huh. Have you ever understood what is that? ആമേൻ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലായോ ഇതെന്താ പറയുന്നതെന്ന്? Portion to portion ഭാഗമായും and in many ways. വിവിധമായും. We know this verse very well. ആമേൻ. ഈ വാക്യം നമുക്ക് നന്നായി അറിയാം. ഭാഗം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആമേൻ. We often say this. But how many of you time you have thought about it? ആമേൻ. പക്ഷേ എത്ര പ്രാവശ്യം നാം ഇതൊന്ന് ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്? Let me bring what it is. ആമേൻ. ഇതെന്താ പറയുന്നതെന്ന് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. God knows that people will not be listening in one way. ആമേൻ. ഒരു വഴിയിൽ കൂടി പറഞ്ഞാൽ ജനം അനുസരിക്കത്തില്ല എന്ന് ദൈവത്തിന് അറിയാം. So God devised that he should talk in many ways. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു പല വ്യത്യസ്തമായ രീതികൾ സംസാരിക്കണമെന്ന്. Hello? ആമേൻ. Praise God. ആമേൻ. There were times when people won't listen. Moses, ആമേൻ. ഒരു നിമിഷത്തിൽ ജനം മോശയെ കേൾക്കാതിരുന്നു. God gave Aaron. ആ സമയത്ത് അഹരോനെ കൊടുക്കുവാനിടയായി. Was not a good choice for the people. ആമേൻ. ജനത്തിന് ഉള്ള നല്ലൊരു ചോയ്സ് അല്ലായിരുന്നത്. But through Aaron, പക്ഷേ അഹരോനിൽ കൂടെ God spoke to ദൈവം people. ജനത്തോട് സംസാരിക്കുവാനിടയായി. Whether it was right way or wrong way. ആമേൻ. ശരിയായ വഴിയായ തെറ്റായ വഴിയായാലും God knows ദൈവത്തിനറിയാം that the message to Israel from Isaiah was very hard. ആമേൻ. ഇസ്രായേൽ മക്കൾക്ക് യെശയ്യാ പ്രവാചകനിൽ നിന്ന് കേട്ടത് വളരെ കഠിനമായിരുന്നു. It was very hard message. ആമേൻ. വളരെ കഠിയായുള്ള വാക്കുകളായിരുന്നു. Just like some of you. ആമേൻ. ചില ആൾക്കാരെ പോലെ, Just like some of you. ആമേൻ, നിങ്ങളെ പോലെയുള്ള ചിലവരെ പോലെ. When this guy is he's so rude. ആമേൻ. വളരെ കഠിയായ റൂഡായിട്ടാണ് There സംസാരിക്കുന്നത്. were people among Israelites who didn't find very much pleasure when Isaiah spoke. യെശയ്യാ പ്രവാചകൻ സംസാരിച്ചപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് ഇല്ലായിരുന്നു. Then God chose another prophet. ആ സമയത്ത് ദൈവം മറ്റൊരു പ്രവാചകനെ തിരഞ്ഞെടുത്തു. Jeremiah, യെരമ്യാ പ്രവാചകൻ. man of tears. ഇപ്പോഴും വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു, Always tears. എപ്പോഴും കണ്ണുനീരാണ്. ചിലർ പറഞ്ഞ സാക്ഷ്യം കേട്ടിട്ടുണ്ടോ? ആമേൻ. Haven't you heard certain people say the testimony? ഞങ്ങളുടെ പാസ്റ്റർ പറയുമ്പോഴേ When our pastor speaks, ഇടവും വലം നോക്കാറില്ല. I don't look left or right. ഇപ്പൊ ചിലർ പറയുന്നത് ഇങ്ങനെയും പറയണം. And some people say like this as well. ഞങ്ങളുടെ പാസ്റ്റർ ഒന്നും പറഞ്ഞില്ലെങ്കിലും I mean, even if our pastor doesn't say anything, ആ മനുഷ്യൻ നിൽക്കുമ്പോൾ കണ്ണുനീര്, I mean, the tears when he stands, ആ കണ്ണുനീര്. I mean, that tears. ചിലർ അങ്ങനെ കേൾക്കത്തുള്ളൂ. I mean, some people only will listen like that. ചിലർ അങ്ങനെയാ കേൾക്കുന്നത്. Some people listen that way. Then Amos comes. ആ സമയത്ത് ആമോസ് വരുന്നു. Oh, my roaring lion. I mean, ഇതാ ഗർജിക്കുന്ന സിംഹം പോലെ. Some people will listen roaring lion. I mean, ചില ആൾക്കാർക്ക് ഗർജിക്കുന്ന സിംഹം വേണം. Right? Then comes Zechariah. അതിനുശേഷം സക്കറിയ പ്രവാചകൻ വന്നു. Oh, people come to me. അവൻ എല്ലാ ജനവും എൻ്റെ അടുക്കിലേക്ക് വാ. I will restore you. ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. You are so good. നിങ്ങൾ വളരെ നല്ലവരാണ്. Then comes Malachi. അതിനുശേഷം മലാക്കി പ്രവാചകൻ. You robbers, Amen. you are taking the money out. അവൻ നിങ്ങൾ ദൈവത്തിന്റെ ഭണ്ഡാരം മോഷ്ടിക്കുന്നവരാണ്. God
speaks to people portion by portion in many ways. ഇപ്രകാരം ദൈവം ഭാഗമായും വിവിധ രീതികളും ജനത്തോട് സംസാരിച്ചു. 9:30 a.m. ആമേൻ 9:30 a man of God came to speak. ആമേൻ ഒരു വ്യക്തി വചനം സംസാരിക്കാൻ Was വന്നു. speaking about Molech and Melech. ആമേൻ മോലേക്കും മെലക്കിനെയും കുറിച്ച് സംസാരിച്ചു. Some people didn't even understand. ആമേൻ ചില ആൾക്കാർക്ക് അത് മനസ്സിലായ പോലുമില്ല. Some people didn't. I was listening and seeing that. ആമേൻ ഞാനത് കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. What Molech and Melech? എന്ത് മോലേക്കാണ് ഏത് മെലക്കാണ്? I was just seeing that. Huh? ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. Then God said, "Okay, you didn't understand that." Some people understood that. ആമേൻ ചില ആൾക്കാർക്ക് അത് മനസ്സിലായി. That was good. ആമേൻ അത് They know that God spoke to them. ആമേൻ അവർക്കറിയാം ദൈവം അവരോട് But then സംസാരിച്ചു. there were some people who are, "Well, whatever, I don't know." ആമേൻ വേറെ ചിലർ പറഞ്ഞു ഏതൊക്കെ എന്താണ്. Then comes another man at 11 a.m. ആമേൻ വേറൊരു വ്യക്തി Or 11 maybe മണിക്ക് between വന്നു. 10:30 and 11. 10:30ക്കും 11 മണിക്കും വേറൊരാൾ And വന്നു. this man said, "God is so good. ആമേൻ ദൈവം വളരെ നല്ലവനാണ്. Let's worship our ആ Lord." ദൈവത്തെ നമുക്ക് Let's sing ആരാധിക്കാം. unto the Lord. ആ ദൈവത്തെ പാടി And some ആരാധിക്കാമെന്ന് people പറഞ്ഞു. got connected to that. ആ സമയത്ത് ചില ആൾക്കാർക്ക് അതിലൂടെ കണക്ട് ആയി. And the other people, Melech and Molech, they are resting. ആ സമയത്ത് മലക്കും കേട്ട ആൾക്കാര് വിശ്രമിക്കുകയാണ്. They are resting. അവർ വിശ്രമിക്കുകയാണ്. They need this. അവർക്ക് ഇതാണ് The ആവശ്യം. next group of people, they need that. അടുത്ത കൂട്ടർക്ക് ഇതാണ് ആവശ്യം. Oh man, God is so good. Let's worship. ദൈവം വളരെ നല്ലവനാണ്. I അതുകൊണ്ട് just ആരാധിക്കാം. forgot about myself and I was worshiping. എന്നെ തന്നെ മറന്ന് ഞാൻ ദൈവത്തെ ആരാധിച്ചു. എനിക്കായി കരുതുന്നവൻ Amen. The one who provides for me. ഉരച്ചവനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര When blessing. we sang the last song, everybody was happy. There were still some people left. Amen. എങ്കിലും ചില കൂട്ടർ മാറിയിരുന്നു. And then at 11 a.m. another person. അവൻ 11 മണിക്ക് മറ്റൊരു വ്യക്തി വന്നു. And he comes. അവൻ ആ വ്യക്തി പറഞ്ഞു, Do you know what is your identity? നിങ്ങളുടെ വ്യക്തിത്വം Do എന്താണെന്നറിയാമോ? you know what is your identity? നിങ്ങളുടെ വ്യക്തിത്വം എന്താണെന്ന് അറിയാമോ? Crisis of communication. അവൻ നിങ്ങൾക്ക് സംസാരിക്കുന്നതിൽ ഒരു ക്രൈസിസ് ഉണ്ട്. Crisis of obedience. അവൻ അനുസരണത്തിന്റെ പ്രതിസന്ധിയുണ്ട്. Some people got hooked to that. അവൻ ചില ആൾക്കാർക്ക് അതിൽ കണക്ട് Some ചെയ്യാനില്ല. young people got hooked to that. അവൻ ചില യൗവനക്കാർക്ക് അതിൽ They മനസ്സിലാവാനുണ്ട്. didn't understand Molech and Melech. അവർക്ക് മുലക്കും മെലക്കും മനസ്സിലായില്ല. They didn't understand the other കരുതുന്നവൻ. അവർക്ക് പാട്ടും പ്രാർത്ഥനയും മനസ്സിലായില്ല. But they understood the identity there. പക്ഷേ അവർക്ക് ഈ വ്യക്തിത്വത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലായി. Still there are somebody left. എങ്കിലും അതിൽ മനസ്സിലാവാത്ത ഇനിയുണ്ട്. That man, I don't know why I'm here. അവൻ ഞാൻ എന്തിനു നിന്ന് വന്നു എന്ന് I എനിക്കറിയില്ല. don't think God is speaking to me. അവൻ ദൈവം ഇന്ന് എന്നോട് സംസാരിച്ചു എന്ന് God എനിക്കറിയില്ല. says, I will not leave you. അവൻ ദൈവം പറയുകയാണ് ഞാൻ നിങ്ങളെ വിടുകയില്ല. God speaks. ദൈവം സംസാരിക്കും. And this is the last time God is coming today to in the midst of this worship service to tell you that I am still speaking to you. ആമേൻ. ഈ ആരാധന മധ്യേ അവസാനമായി ദൈവം വന്ന് പറയുകയാണ് ഞാൻ എന്നും നിങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ്. Portion by portion. ഭാഗമായി Ways and different ways. വിവിധ രീതികളിൽ. But God is speaking. പക്ഷേ ദൈവം Can somebody praise സംസാരിക്കുന്നതാണ്. God today? എത്ര പേർക്ക് ദൈവത്തെ Can somebody praise God today? എത്ര പേർക്ക് Can you give a big hand to the Lord and worship the name of the Lord? ദൈവത്തെ മഹത്വപ്പെടുത്താൻ We കഴിയുമോ? need that man. നമുക്ക് ആ വ്യക്തി We ആവശ്യമാണ്. need that man. ആ വ്യക്തിയും We ആവശ്യമാണ്. need this man. അവൻ ഈ വ്യക്തിയും We need ആവശ്യമാണ്. everybody. നമുക്ക് സകലതും We all ആവശ്യമാണ്. contribute to one thing. നാം എല്ലാം ഒരുമിച്ച് ഒരു കാര്യമാണ് God ചെയ്യുന്നത്. speak to us ദൈവം നമ്മളോട് because we സംസാരിക്കുകയാണ്. are one in Jesus Christ. കാരണം ക്രിസ്തുവിൽ നാം And ഒന്നാകുന്നു. this is the church of Jesus Christ. ഇത് ക്രിസ്തുവിന്റെ സഭയെങ്കിൽ You are the sons and daughters of Christ. നിങ്ങൾ ക്രിസ്തുവിന്റെ മക്കളും പുത്രരും. Somebody need to say amen, oh എത്ര Lord. പേർക്ക് ആമേൻ പറയുവാൻ How many കഴിയും? will say yes, Lord? Thank you for your speaking to me. എത്ര പേർക്ക് പറയാം ആമേൻ ദൈവമേ എന്നോട് സംസാരിച്ചതിൽ. When something didn't go through you. ആമേൻ നിങ്ങൾ ചിലത് മനസ്സിലായില്ലെങ്കിൽ. You know, when some people were left alone during Bible study. ആമേൻ ബൈബിൾ സ്റ്റഡിയിൽ വിട്ടുപോയ When ചിലരുണ്ടെങ്കിൽ. some people could not enjoy songs. ആമേൻ പാട്ടുകൾ മനസ്സിലാക്കാൻ പറ്റാത്ത When some സമയമായപ്പോൾ. people could not enjoy anything else. ആമേൻ മറ്റൊന്നും മനസ്സിലാകാതിരുന്നപ്പോൾ. Then now God says, ആ സമയത്ത് ദൈവം I am പറയുകയാണ് not done with you. ആമേൻ ഞാൻ I will തീർന്നിട്ടില്ല. not leave you alone. ആമേൻ ഞാൻ അനാഥരായി വിടാൻ I will പോകുന്നില്ല. not leave you unattended. ആമേൻ ഞാൻ സന്ദർശിക്കാതെ I want to വിടുകയില്ല. let you know. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. Yes, was I speaking to them? ആമേൻ ഞാൻ അവരോട് സംസാരിച്ചോ? Was I there? ആമേൻ ഞാൻ ഉണ്ടായിരുന്നു. Yes, I was there. ഞാൻ തീർച്ചയായിട്ടും But it ഉണ്ടായിരുന്നു. didn't click into you. പക്ഷെ നിങ്ങൾക്കത് വ്യക്തമായി I want to let you know. അതുകൊണ്ട് ഞാൻ ഒന്ന് Today പറയട്ടെ. again I'm coming to ഞാൻ you. വീണ്ടും നിങ്ങളുടെ And I'm നടുവിൽ telling വരികയാണ്. that. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്. I am speaking to you. ഞാൻ ഇന്നും Hey, do you have സംസാരിക്കുകയാണ്. an ear to listen? ഞാൻ പറയുമ്പോൾ കേൾക്കാൻ നിങ്ങളുടെ How many കാതുണ്ടോ? of you say, God, I'm listening? ആമേൻ എത്ര പേർക്ക് പറയാ ഞാൻ കേൾക്കുന്നു Come on, ദൈവമേ. come on, you say, God, I'm listening. ദൈവമേ ഞാൻ Would you lift your കേൾക്കുകയാണ്. hands and say, God, I'm listening? കരങ്ങൾ ഉയർത്തി പറയാമോ ദൈവമേ ഞാൻ I'm കേൾക്കുകയാണ്. listening, I'm ദൈവമേ listening. ഞാൻ കേൾക്കുന്നു. Something didn't get through me, ആമേൻ ചിലതൊന്നും എനിക്ക് but ഗ്രഹിച്ചില്ല. I am listening. എങ്കിലും ഞാൻ കേൾക്കുകയാണ്. Speak to me, O Lord. എന്നോട് സംസാരിച്ചാലും
many portions, ആമേൻ ഭാഗം ഭാഗമായി many ways. വിവിധങ്ങളായി. Did you get the answer? നിങ്ങൾക്ക് അതിനെ മറുപടി Can I ലഭിച്ചോ? get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Now, how many of you can say, yes, God speak to me? എത്ര പേർക്ക് ആമേൻ പറയാം അതെ ദൈവം എന്നോട് സംസാരിച്ചു എന്ന്? When portion to portion, in many ways, there are something more deeper to that. ഭാഗമായി വിവിധ രീതികൾ എന്ന് പറയുമ്പോൾ അതിൽ അല്പം കൂടി ആഴമേറിയ വസ്തുതകളുണ്ട്. God takes you to some situations. ചില സാഹചര്യങ്ങളിലേക്ക് ദൈവം നമ്മളെ God എത്തിച്ചേർക്കും. takes you to some circumstances. ചില പ്രതിസന്ധികളിലേക്ക് ദൈവം നമ്മളെ He എത്തിച്ചേർക്കും. will lock you in that circumstance. അവിടെ നമ്മളെ ഒന്ന് ഇടുവാനിടുക. In your tight places. അവിടെ കെട്ടപ്പെട്ട He അവസ്ഥയിൽ will talk to you. അവിടെ നിർത്തിക്കൊണ്ട് നമ്മളോട് When I സംസാരിക്കും. say many portion, ആമേൻ ഭാഗം എന്ന് പറയുമ്പോൾ that includes circumstances. അതിൽ ഈ സാഹചര്യങ്ങൾ That ഉൾപ്പെടും. includes deathbed. അത് മരണക്കിടക്ക ഉൾപ്പെടും. That includes accidents. അത് അപകടങ്ങൾ ഉൾപ്പെടും. That includes loss of money. അത് ധനനഷ്ടം ഉൾപ്പെടും. I want to tell my church today. എന്റെ സഭയോട് ഞാൻ ഇപ്രകാരം വിളിച്ചു I want to പറയട്ടെ. lift this voice. ആമേൻ ഈ സ്ഥലത്ത് ഞാൻ ഒന്ന് ഉയർക്കാരി God വിളിച്ചട്ടെ. speaks to you through your ആമേൻ circumstances. നിങ്ങളുടെ സാഹചര്യങ്ങൾ കൂടി ദൈവം സംസാരിക്കും. Many times God will lead you to a place, ആമേൻ ചില സമയങ്ങളിൽ ദൈവം നമ്മളെ ഒരു ഇടത്തേക്ക് നയിക്കും. not just to talk to you, നമ്മളോട് സംസാരിക്കാൻ മാത്രമല്ല but to talk to somebody else too. ആമേൻ മറ്റുള്ളവരോട് സംസാരിക്കാൻ കൂടിയാണ്. When Nebuchadnezzar was not able to understand God's language, ആമേൻ ദൈവത്തിന്റെ ഭാഷ നെബൂഖദ്നേസറിന് മനസ്സിലാകാതിരുന്നപ്പോൾ you know what he did? എന്താ ചെയ്തെന്നറിയാമോ? He allowed Shadrach, Meshach and Abednego to get into fire. ആമേൻ ശദ്രക് മേശക് അബേദ്നെഗോ തീക്കകത്തോട്ട് കയറാൻ Now, അനുവദിച്ചു. Shadrach, Meshach and Abednego, they are thinking, why in the world God would do that to me? ആമേൻ അവർ ചിന്തിച്ചു, ബാലന്മാർ വിചാരിച്ചു എന്താണ് ദൈവം ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? Why would God allow us to go to this hellfire? ആമേൻ ഈ കത്തുന്ന തീച്ചാലക്കകത്തോട്ട് കയറുവാൻ എന്തിനാ ദൈവം ഞങ്ങളെ അനുവദിക്കുന്നത്? And then God is telling, അപ്പോൾ ദൈവം പറയുകയാണ്, not for you. ആമേൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. Sometimes I will take you through fire. ആമേൻ ചിലപ്പോൾ നിങ്ങളെ ചില കത്തുന്ന തീക്കകത്തോട്ട് Because കടത്തുന്നത് I have to talk to Nebuchadnezzar. അതിലൂടെ എനിക്ക് നെബൂഖദ്നേസറിനോട് I have to സംസാരിക്കേണ്ടതുണ്ട്. talk to Nebuchadnezzar. എനിക്ക് നെബൂഖദ്നേസറിനോട് സംസാരിക്കേണ്ട Church, when you ആവശ്യമുണ്ട്. go through some tough time, ആമേൻ പ്രിയ സഭയെ നിങ്ങൾ ചില and കഷ്ടതകളിലൂടെ you are asking, കടന്നുപോകുമ്പോൾ Lord, why are you taking me to this നിങ്ങൾ hellfire? ചോദിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ഈ നരക തീ Why am I going പോകുന്നത്? through this hellfire? ഞാൻ എന്തുകൊണ്ട് ഈ തീക്കകത്തോടെ കടന്നു What പോകുന്നു? wrong I have done? ഞാൻ എന്ത് തെറ്റാണ് I ചെയ്തത്? was praying. ഞാൻ I പ്രാർത്ഥിക്കുകയായിരുന്നു, was singing. ഞാൻ I പാട്ടുകയായിരുന്നു, was worshiping. ഞാൻ ആരാധിച്ചായിരുന്നു. Why will you even allow me to go through that? എന്തുകൊണ്ട് എന്നെ ഇതിൽ കൂടി കടത്തിവിടുന്നു? And you feel like God is silent? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവം He's മൗനമായിരിക്കുകയാണോ? not talking. എന്നോട് സംസാരിക്കുന്നില്ല. When God is silent to you, ദൈവം നിങ്ങളോട് മൗനമായിരിക്കുമ്പോൾ He is talking to someone else. ദൈവം അതിലൂടെ മറ്റാരോട് On your സംസാരിക്കുകയാണ്. behalf. നിങ്ങളുടെ On മറ്റുള്ളവരോട്, your behalf. നിങ്ങളുടെ മറ്റുള്ളവരോട്, On your behalf. നിങ്ങളുടെ He's മറ്റുള്ളവരോട് talking to somebody. ദൈവം മറ്റാരോട് When God സംസാരിക്കുകയാണ്. is not working in you, ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം when it പ്രവർത്തിക്കാതിരിക്കുമ്പോൾ, seems like God is silent, ദൈവം മൗനമായിരിക്കുമ്പോൾ, when you feel like God is so silent, ദൈവം എന്തോ മൗനമായിരിക്കുന്നു. hey, God is speaking to somebody for you and for you and for you, and somebody need to say amen and amen and amen. Can you give a big hand to Lord of ദൈവം worship? നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മറ്റാരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അക്കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. Hallelujah. Hallelujah. When nothing is working, ഒന്നും when പ്രവർത്തിക്കാതിരിക്കുമ്പോൾ, nothing is working, ഒന്നും when you പ്രവർത്തിക്കാതിരിക്കുമ്പോൾ, don't get the answer, നിങ്ങൾക്ക് മറുപടി when you ലഭിക്കാതിരിക്കുമ്പോൾ, don't get answer for a long time, ആമേൻ ഒരുപാട് നാളുകളായി മറുപടി the Spirit ലഭിച്ചിട്ടില്ല. of the Lord says, പരിശുദ്ധാത്മാവ് വിളിച്ചു the പറയുന്നു, Spirit of the Lord says, പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, I am still speaking. ഞാൻ ഇന്നും I സംസാരിക്കുന്നു. am still speaking. ഞാൻ ഇപ്പോഴും I സംസാരിക്കുന്നു. know to whom I need to talk. ആരോടാ മിണ്ടുണ്ടെന്ന് എനിക്കറിയാം. Hey, God is talking to some officials. ആമേൻ ചില നേതൃസ്ഥാനത്തോട് For സംസാരിക്കുകയാണ്. you, for you. നിനക്ക് വേണ്ടി. Sometimes He talks to pastor for you. ആമേൻ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പാസ്റ്ററോട് സംസാരിക്കും. Sometimes He talks to parents for you. ആമേൻ ചിലപ്പോൾ മാതാപിതാക്കളോട് സംസാരിക്കും നിങ്ങൾക്ക് വേണ്ടി. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ Can you ദൈവമക്കളെ? just believe it? ഇന്ന് മൗനമായി തോന്നുമ്പോൾ, Amen. Today when you think that God is ദൈവം silent, സംസാരിക്കുന്നില്ല എന്ന് when തോന്നുമ്പോൾ, you feel like God is not talking, ഞാൻ ഒരു ശബ്ദവും I കേൾക്കുന്നില്ലല്ലോ. don't hear any voice. കർത്താവേ, ഇത് എന്താ സംഭവിക്കുന്നത്? Oh, what is happening? ദൈവത്തെ ആത്മാവ് ഞാൻ വിളിച്ചു The പറയണം. Holy Spirit says, ദൈവത്തെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, this is what the Spirit of God says. നീ മൗനം പാലിക്കുമ്പോൾ, Amen. When you keep നീ silent, എന്റെ ശബ്ദം കേൾക്കാതിരിക്കുമ്പോൾ, even when you don't hear my ഞാൻ voice, മൗനമായിട്ടിരിക്കുവല്ല. I am not being silent. പ്രവാചകന്മാരോട് സംസാരിച്ചവൻ, I spoke through prophets. നെബൂഖദ്നേസറിനോട് I സംസാരിച്ചവൻ, spoke to Nebuchadnezzar. ഏലിയാവിനോട് I സംസാരിച്ചവൻ, spoke to Elijah. എലീശായോട് I സംസാരിച്ചവൻ, spoke to Elisha. നിന്നോടൊപ്പം സംസാരിക്കുന്നു. And I speak to you. നിനക്ക് വേണ്ടി സംസാരിക്കുന്നു. I speak for you. നിനക്ക് വേണ്ടി സംസാരിക്കുന്നു. I speak for you. ചിലരോ ദൈവത്തെ ആത്മാവ് പറയുന്നു, And the Holy Spirit says to നിന്റെ some, വിശ്വാസ
വിശ്വാസം തകർന്നു പോകല്ലേ. Your faith should not be നിന്റെ diminished. വിശ്വാസം തകർന്നു പോകല്ലേ. Let your faith not be ഞാൻ നിന്നെ diminished. സ്നേഹിക്കുന്നു. I still love you. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. I still love you. നിന്റെ അവസ്ഥകൾ എനിക്കറിയാം. I know your situation. നിനക്ക് മറുപടി ഞാൻ തന്നില്ലെങ്കിലോ Even if I don't give an വേറെ answer, ആരോടൊക്കെയോ ഞാൻ I'm still സംസാരിച്ചോണ്ടിരിക്കുക. speaking to somebody else. Hallelujah. Hallelujah. അധികം നാൾ നീ തീയിൽ കിടക്കത്തില്ല. Amen. For long you will not be in ദാനിയേലേ, fire. നീ എന്തുകൊണ്ട് സിംഹക്കുഴിക്കകത്ത് Oh വന്നു? Daniel, why are you in the lion's നിനക്ക് den? മറുപടിയില്ല. You might not have an പക്ഷേ answer. രാജാവിനോട് എനിക്ക് But I സംസാരിക്കാനുണ്ട്. want to speak to the king. ലോകത്തോട് എനിക്ക് I want സംസാരിക്കാനുണ്ട്. to speak to the പക്ഷേ world. എന്നും തീയല്ലായിരിക്കും. But it will not be fire എന്നും forever. Not സിംഹക്കുഴിയല്ലായിരിക്കും. the den forever. നിന്നെ കരുതുന്നവനുണ്ട്. Amen. There's one who provides for He you. will not forget you. Amen. നമ്മളെ മറക്കുകയില്ല. ഒരു മുറിക്കകത്ത് ലോക്കാക്കിയിട്ട് നിന്നെ മറക്കുന്ന ഒരു ദൈവമല്ലെന്ന് ദൈവത്തിന് ആത്മാവിൽ പ്രവചനാത്മാവിൽ ഞാൻ Amen. വിളിച്ചു പറഞ്ഞ Hallelujah. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ He will പറ്റുമോ? not shut you up in the door, and he will not forget you forever, but he will surely speak to you. Hallelujah. 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 നിന്നെ ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോയിട്ട് Amen. By bringing you into a നിന്നെ ഒരു situation, ഇടത്തിൽ കൊണ്ടുപോയിട്ട് after bringing you into a ഒരു place, കിടക്കൽ കിടത്തിയിട്ട് after making you bedridden, നിന്നെ വിഷമിപ്പിച്ചിട്ട് after causing lot നിന്നെ of pain. മറന്നു പോകുന്ന ഉടമസ്ഥനല്ല. I mean, he is not a master who ഏയ്, ഞാൻ forgets ആരെയോ about you. ചൂണ്ടി വിളിച്ചു പറയുന്നു. Oh, I'm pointing at someone and ദൈവാത്മാവ് ഇങ്ങനെ speaking. പറയുന്നു. The Holy Spirit നീ says, മറന്നു പോകുന്നവനെ അല്ല I സേവിക്കുന്നത്. mean, you're not worshiping one who He's a forgets God of you. communication. I mean, ഇന്നും സംസാരിക്കുന്ന He is a ദൈവമാണ്. God of communication. ഇന്നും സംസാരിക്കുന്ന ദൈവമാണ്. വാക്കുകൾ കേട്ടില്ലെങ്കിലും I mean, even if you don't hear words, if you don't hear words, I mean, വാക്കുകൾ കേട്ടില്ലെങ്കിലും, if you don't hear words, I mean, ശബ്ദം കേട്ടില്ലെങ്കിലും, still his hands are working. ഇന്നും ആ കരം When you go പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. through rough phases of your നിങ്ങൾ life, കഷ്ടതയിൽ കൂടി when you പോകുമ്പോൾ, go through rejections, Amen, when you go through failure, നിങ്ങൾ തോൽവിയിൽ കൂടി when you go പോകുമ്പോൾ, through tough time, Amen, കഷ്ടതയിൽ കൂടി hey, my പോകുമ്പോൾ, God is not silent. Amen, എന്റെ ദൈവം In മൗനമായിരിക്കില്ല. your tough moment, നിങ്ങളുടെ കഷ്ടതയിലും, in your failure, നിങ്ങളുടെ തോൽവിയിലും, in your rejection, നിങ്ങളുടെ അവഗണിച്ച in അവസ്ഥയിലും, your pain, നിങ്ങളുടെ വേദനയിലും, my God is communicating എന്റെ with somebody. ദൈവം ആരോടോ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. Can you say praises to the Lord? എത്ര പേർക്ക് ആ ദൈവത്തെ എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം? സ്തോത്രം ചെയ്യാൻ How പറ്റും? many of you can Can you praise give a God? big hand and worship the കരങ്ങളെ name? അടിച്ച ദൈവത്തെ Trust, മഹത്വപ്പെടുത്താമോ? my God will not leave you. എന്റെ ദൈവം നിങ്ങളെ വിടുകയില്ല. Trust, my God will not abandon you. എന്റെ ദൈവം നിങ്ങളെ അനാഥരായി My God വിടുകയില്ല. is a God of all kind of compassion. ആമേൻ, സകല ദയാലുവായ ദൈവമാണ്. ഹല്ലേലൂയ. If he can do that in Old Testament, പഴയ നിയമത്തിൽ അത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ come to the New Testament. പുതിയ നിയമത്തിലേക്ക് കടന്നു പോ. In Son. ആമേൻ, പുത്രനിലൂടെ. In Son. പുത്രനിലൂടെ. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? Jesus is not just a prophet. ആമേൻ, കർത്താവായ യേശുക്രിസ്തു ഒരു പ്രവാചകൻ He മാത്രമല്ല. is not just a priest. ആമേൻ, ഒരു പുരോഹിതൻ He മാത്രമല്ല. is the Son of God. ആമേൻ, ഇതാ ദൈവത്തിന്റെ He is പുത്രനാകുന്നു. the Son of God. ഇത് ദൈവത്തിന്റെ Bible പുത്രനാകുന്നു. says exact representation of God's nature. ആമേൻ, ദൈവത്തിന്റെ പ്രകൃതിയുടെ തത്വത്തിന്റെ മുദ്രയാകുന്നു He's എന്നാണ് the വചനം പറയുന്നത്. radiance of glory, God's glory. ആമേൻ, ആ തേജസ്സിന്റെ പ്രഭയായിരിക്കുന്നു Hey, എന്നാണ് വചനം come on, പറയുന്നത്. come on. Do you see this Jesus? ആമേൻ, ഈ ക്രിസ്തുവിനെ നിങ്ങൾ കാണുന്നുണ്ടോ? Do you see this Jesus? ആമേൻ, ഈ ക്രിസ്തുവിനെ നിങ്ങൾ Look കാണുന്നുണ്ടോ? upon his face. ആമേൻ, തന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാമോ? He is not now as a crucified person. ഇപ്പോൾ ഇതാ ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടല്ല. Now he is not with a man full of blood. ആമേൻ, ഇതാ രക്തത്താൽ ഇരിക്കുന്ന ഒരു He is വ്യക്തിയല്ല. not like a man who is about to die. ആമേൻ, ഇതാ മരിക്കാറായ ഒരു വ്യക്തിയല്ല. But we have a Jesus. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ക്രിസ്തുവുണ്ട്. Before God will close this Bible, ആമേൻ, നാം ഈ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ, in the book of Revelation, ആമേൻ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, John has seen Christ crucified. ആമേൻ, ദൈവം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി കണ്ടു. John has seen Christ as a weak man. ആമേൻ, യോഹന്നാൻ ഇതാ ബലഹീനനായ ഒരു ക്രിസ്തുവിനെ കണ്ടു. When John thinks about Jesus, ആമേൻ, യോഹന്നാൻ യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ the scene that comes in his mind, തന്റെ മനസ്സിൽ വരുന്ന ചിത്രം a ഇതാണ്. man who is dipped in blood, ഇതാ രക്തത്തിൽ മുങ്ങിക്കുളിച്ച ഒരു a വ്യക്തി. man who is weak, ആമേൻ, ഇതാ ബലഹീനനായ ഒരു a man വ്യക്തി. who was mocked, ആമേൻ, എല്ലാവരും പരിഹസിക്കപ്പെട്ട a വ്യക്തി. man whose chest was pierced, ആമേൻ, ഇതാ വിലാപ്പുറം കുത്തി മുറിവേറ്റപ്പെട്ട a വ്യക്തി. man whose legs were pierced. ആമേൻ, ഇതാ കാലുകൾ ആണിയിലായിരിക്കുന്നു. But in the book of Revelation, പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ John sees the Son of God. ആമേൻ, ഇതാ ദൈവപുത്രനെ ഇതാ He യോഹന്നാൻ is കാണുന്നു. no longer upon the cross. ഇപ്പോൾ ഇതാ ക്രൂശിക്കപ്പെട്ടവനായിട്ടല്ല What John കാണുന്നത്. is seeing is this. ആമേൻ, യോഹന്നാൻ അവിടെ കാണുന്നത് ഇതാണ്. Hallelujah. Hallelujah. ഒരു സിംഹാസനമുണ്ട്. Oh, there is a ആ throne. സിംഹാസനത്തിൽ യേശു ക്രിസ്തു ഉണ്ട്. And there is Jesus on the ഉയർന്നും throne. പൊങ്ങിയിരിക്കുന്ന It is സിംഹാസനത്തിൽ high and lifted up. മാറത്ത്
പൊൻകച്ച അണിഞ്ഞുകൊണ്ട്, Oh, he's wearing that radiance on his chest. crown of glory കൊണ്ട്, Amen. He's wearing the crown of ആ ഒരു glory. യേശുവിനെ കണ്ടുകൊണ്ട് And when he is looking on അവൻ that Christ, കുമ്പിട്ട് ആരാധിക്കുമ്പോൾ, he kneels before and I want to let worships. the church know സഭയോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. you have a son, നിങ്ങൾക്കൊരു പുത്രനുണ്ട്. son of God. ദൈവപുത്രനാണ്. He has the radiance of God's glory. ഇതാ ദൈവത്തിന്റെ പ്രഭയാണ്. He has the exact representation of God's nature. ആമേൻ. ദൈവത്തിന്റെ വ്യക്തിത്വത്തിന്റെ തത്വത്തിന്റെ മുദ്രയായിരിക്കുന്നു. And the biggest thing, അതിലും വലിയ വസ്തുത ഇതാണ്. he upholds ആമേൻ. സകലതും. all things ആമേൻ. സകലതും. by the word of his power. ആമേൻ. തന്റെ വചനത്തിന്റെ ശക്തിയാൽ സകലതും വിശ്വസിക്കാൻ പറ്റുമോ? നിയന്ത്രിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? Oh, can we just He believe that this upholds morning? all things. ആമേൻ. സകലതും. All things. സകലതും. Everything that you are going through. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സകലതും. Everything that you're facing. നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന സകലതും. Every creation of the world. ആമേൻ. ലോകത്തെ സൃഷ്ടികളായ Every സകലതും. creatures of the world. ലോകത്തിലെ സകല Every ജന്തുക്കളും. natural and unnatural thing. എല്ലാ പ്രകൃതികമായ അപ്രകൃതിയുമല്ലാത്തതും. Every living and non-living thing. ജീവനുള്ളതും മരണിച്ചതും. Everything he upholds. ആമേൻ. സകലതും തന്റെ വായിലെ Why വചനത്താൽ. Holy Spirit is saying that? ആമേൻ. എന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. അവസാന കാലഘട്ടത്തിൽ പുത്രനിൽ സംസാരിക്കുമ്പോൾ, Amen. In the last days when he speaks through the Son. പുത്രനിൽ സംസാരിക്കുമ്പോൾ, Amen. When he speaks in the Son. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്? Amen. Do you know what he's saying? സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, The one who holds everything. സകലത്തെയും ഉടമസ്ഥനായി, Amen. The one who owns everything. സകലത്തെയും ചലിപ്പിക്കുന്നവൻ, The one who can move everything. നിൽക്കാൻ പറഞ്ഞാൽ നിൽപ്പാൻ കഴിവുള്ളവൻ, Amen. When he commands to stay still, it will remain കാറ്റിനെയും still. കടലിനെയും അടങ്ങുക പറഞ്ഞപ്പോൾ അടങ്ങിയത്. When he commanded to the wind and നിന്നെ the waves നോക്കി to ഇങ്ങനെ stay പറയുന്നു, still. നിന്നെ നോക്കി ഇങ്ങനെ And he പറയുന്നു. looks at you and commands. കാറ്റുകളും ഓളങ്ങളും വരുമ്പോൾ, Amen. Even when storms and wind arise. പ്രതികൂലങ്ങൾ വരുമ്പോൾ, When all circumstances arise. പ്രശ്നങ്ങൾ വരുമ്പോൾ, When problems come again. പതറിപ്പോകണ്ട. You shouldn't be perplexed. എന്റെ ശബ്ദം I കേട്ടില്ലെങ്കിലും, mean, even if you don't hear my ഞാൻ voice, വാക്ക് പറഞ്ഞ് കേട്ടില്ലെങ്കിലും, even if you don't hear what I spoke, പ്രകൃതിയോട് പറഞ്ഞു നിർത്താൻ ഞാൻ കഴിവുള്ള ദൈവമാണ്. but I am able to make the നിന്റെ nature എതിരായി stand ഉയർന്ന still. സകല വാദങ്ങളെ, I mean, every word that comes നിന്റെ against എതിരായി you, ഉയർന്ന പൈശാചിക തന്ത്രങ്ങളെ, every scheme of devil that comes against എല്ലാ you, ബ്ലാക്ക് മാജിക്സിനെ, every black magic, എല്ലാ തന്ത്രങ്ങളും മന്ത്രങ്ങളെ, every witchcraft that comes എല്ലാ against you, പൈശാചിക തന്ത്രങ്ങളെ, every അത് demonic ഏത് power, സ്ഥലത്തുനിന്ന് no വന്നാലും, matter from where it ഏത് comes, വലുതാണെങ്കിലും, no matter how big it നിന്റെ is, എതിരായി amen, it comes ആ against you. വിചാരം യാക്കോബിനെ ഫലിക്കയില്ല. Oh, it will not come against the tent of ആ Jacob. വിചാരം ലക്ഷണങ്ങൾ ഇസ്രായേലിനെ ഫലിക്കയില്ല. Oh, no sign will come against the tent of Somebody need to Jacob. praise God. How many of you can praise Somebody need to God? praise God. How many of you can praise Somebody need to praise എത്ര God. പേർക്ക് ദൈവത്തെ God is ബോധിപ്പിക്കാൻ കഴിയും? speaking to you. ദൈവം നിങ്ങളോട് He is സംസാരിക്കുകയാണ്. the radiance of glory. അമ്മാ, ഇതാ ദൈവത്തിന്റെ പ്രഭയാണ്. What does that mean? ആമേൻ. ഹല്ലേലൂയ. എന്താണ് അതിന്റെ അർത്ഥം? Hebrews 7:3 says, ഹെബ്രായ ലേഖനം 7:3 and പറയുന്നു. let's read it loud. ചേർന്ന് നമുക്ക് ഉറക്കെ വായിക്കാം. He is the, come on, at least bring to my pitch. ആമേൻ. ഞാൻ പറയുന്ന രീതിയിൽ തന്നെ അത്രയും ഉച്ചത്തിൽ ഒന്ന് വരാൻ പറ്റുമോ? He is the eternally begotten Son, without beginning and without ending. ആമേൻ. ഹല്ലേലൂയ. You know what does that mean? എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാമോ? What you are going through ആമേൻ. നിങ്ങൾ കടന്നു പോകുന്നതിന് has a beginning, അതിനൊരു ആരംഭമുണ്ട്, it has an end. അതിനൊരു അവസാനവുമുണ്ട്. ആമേൻ. I am here. ആമേൻ. ഞാൻ ഇന്നും Hey, ഇവിടെയുണ്ട്. come on, church. ആമേൻ. സഭയ്ക്ക് എത്ര Come പേർ on, പറയാം? church, if you believe that. ആമേൻ. നിങ്ങൾ അത് നിന്റെ വിശ്വസിക്കുന്നുണ്ടോ? രോഗത്തിന് ഒരു ആരംഭമുണ്ട്, ആമേൻ. There is a beginning to നിന്റെ your രോഗത്തിന് sickness. ഒരു അവസാനമുണ്ട്, There is an end to നിന്റെ your sickness. ചാലഞ്ചിന് ഒരു ആരംഭമുണ്ട്, There is a beginning to your നിന്റെ challenge. ചാലഞ്ചിന് ഒരു There is അവസാനമുണ്ട്. an end to your challenge. 2 വർഷം എടുക്കുമായിരിക്കും, Amen. Maybe take 2 years. 10 വർഷം Maybe എടുക്കുമായിരിക്കും, 10 years. 12 വർഷം Or maybe എടുത്താലും 12 years. അതിനൊരു അവസാനം കുറിക്കുവാൻ എന്റെ ദൈവം ശക്തനായ Amen. ദൈവമാണ്. My God is able to come വിശ്വസിക്കുന്ന and ദൈവത്തെ enter സ്തോത്രം ചെയ്തു വന്ന it. If you believe that, ഇന്ന് can you just പകൽക്കാലം praise ചിലരോട് God? ദൈവാത്മാവി ദൂത് To പറയുക, certain God is നിന്റെ declaring എതിരായി this. എത്ര മനുഷ്യൻ No ചലിച്ചാലും, matter how many move ഏത് against you, സ്പിരിറ്റ് no ചലിച്ചാലും, matter what spirit move against ഇതിനൊക്കെ you, ഒരു ആരംഭമുണ്ട്, Amen, it has a beginning ഇതിനൊരു അവസാനമുണ്ട്. and there is an end to it as well. ആരംഭവും അവസാനവും ഇല്ലാത്തവനാ നിന്നോട് കൂടെ ഇരിക്കുന്നവൻ. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. വിശ്വസിക്കുന്ന ദൈവത്തിന് ആമേൻ. ആത്മനിറവിൽ ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ അഭിഷേകത്തോട് അന്യഭാഷകളോട് ആമേൻ. ആമേൻ. ദൈവത്തെ ആരാധിക്കാൻ പറ്റും. The one who has no beginning and no end says that I will be with you and I will never abandon you. Can we just praise God in the Spirit? ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ Can we just പറ്റുമോ? worship God together? ഒരുമിച്ച് ദൈവത്തെ Can we സ്തുതിക്കാൻ just പറ്റുമോ? worship God Everybody. together? ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? He's speaking through Son. ആമേൻ. പുത്രനിലൂടെ സംസാരിക്കുന്നു. And another thing, he's
talking about the Son, ആമേൻ മറ്റൊരു കാര്യം പുത്രനെ കുറിച്ച് പറയുന്നു. His appointed heir. ആമേൻ ഇതാ ദൈവം അവകാശിയാക്കിയിരിക്കുകയാണ്. What is that? എന്താണ് അതിന്റെ അർത്ഥം? He's appointed heir. Verse 2. In these last days, God has spoken to us through His Son, whom. Come on, speak louder. Whom. ആമേൻ. Let the live sound hear your voice. ആമേൻ ലൈവിലുള്ളവർ നിങ്ങളുടെ ശബ്ദം കേൾക്കട്ടെ. Last days God has spoken to us in His Son, whom He appointed heir of all things. Amen. What does that mean? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? The thing that you are going through. ആമേൻ നിങ്ങൾ കടന്നു പോകുന്ന വിഷയം. Who is the heir? അതിന്റെ അവകാശി ആരാണ്? My Lord. എൻ്റെ ദൈവമാണ്. My Lord. എൻ്റെ ദൈവമാണ്. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? He is able to keep His promises as it is. ആമേൻ തന്റെ വാഗ്ദത്തം എപ്രകാരമാണോ അതുപോലെ തന്നെ മുറുകെ പിടിക്കുവാൻ ശക്തനാണ്. When He said, ആമേൻ ഇപ്രകാരം I പറഞ്ഞിട്ടുണ്ടെങ്കിൽ will be with you, ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കുമെന്ന് പറഞ്ഞാൽ He is the heir. ആമേൻ ദൈവം അതിന്റെ അവകാശിയാണ്. Come on, He is the heir. ദൈവം അവകാശിയാണ്. When He said, ആമേൻ ഇപ്രകാരം when പറഞ്ഞപ്പോൾ you go through waters, നിങ്ങൾ വെള്ളത്തിൽ കൂടി it കടക്കുമ്പോൾ will not drown you. അത് നിങ്ങളെ When മുക്കിക്കളയുകയില്ല. you go through rivers, നിങ്ങൾ നദിയിൽ കൂടി it will കടക്കുമ്പോൾ not drown you. അത് നിങ്ങൾ When you go through fire, നിങ്ങൾ തീയിൽ കൂടി it കടക്കുമ്പോൾ will not burn you. അത് നിങ്ങളെ കത്തിച്ചു You know കളയുകയില്ല. what does that mean? എന്താണ് അതിന്റെ അർത്ഥം? I am അറിയാമോ? the heir. ഞാനാണ് അതിന്റെ I അവകാശി. control water. ഞാൻ വെള്ളത്തെ I നിയന്ത്രിക്കുന്നു. control oceans. ഞാൻ നദികളെ I നിയന്ത്രിക്കുന്നു. control the ഞാൻ fire. അഗ്നിയെ Come നിയന്ത്രിക്കുന്നു. on, church, somebody to say. എത്ര പേർക്ക് അത് പറയുവാൻ Somebody കഴിയും? to say, എത്ര പേർക്ക് I പറയുവാൻ trust കഴിയും? God. ഞാൻ ദൈവത്തെ I ആശ്രയിക്കുന്നു. trust God. ഞാൻ ദൈവത്തെ Are you ആശ്രയിക്കുന്നു. hearing? എന്നെ കേൾക്കുന്നുണ്ടോ? Are you hearing? ഞാൻ പറയുന്നത് God കേൾക്കുന്നു. is speaking to you. ദൈവം സംസാരിക്കുന്നു. How many of you say, yes, God is speaking to എത്ര me? പേർക്ക് പറയാം ദൈവം എന്നോട് God is സംസാരിക്കുന്നു? speaking to me. ദൈവം എന്നോട് God സംസാരിക്കുന്നു. is speaking to me ദൈവം എന്നോട് in സംസാരിക്കുന്നു. Son Jesus Christ. താൻ പുത്രനായ ക്രിസ്തുവിൽ കൂടി എന്നോട് He is സംസാരിക്കുന്നു. speaking to me. എന്നോട് സംസാരിക്കുന്നു. When Jesus said, യേശു പറഞ്ഞു the meek shall inherit the earth. ആമേൻ ബലഹീനൻ സ്വർഗ്ഗരാജ്യം കീഴടക്കും. Earth belong to my Lord. ആമേൻ ഈ ഭൂമി ദൈവത്തിനുള്ളതാണ്. Right? ആമേൻ Right? ആമേൻ He is the heir. ആമേൻ ദൈവമാണ് അതിന്റെ അവകാശി. At the end, അവസാനം is able to ആമേൻ bring yes to His ആമേൻ promise. തന്റെ വാഗ്ദത്തങ്ങൾ ഉവ്വ് എന്നാക്കുവാൻ വിശ്വസ്തനാണ്. നിങ്ങളുടെ കുടുംബങ്ങളെ നോക്കി ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ. Amen. The promises God so told by looking at your family. നല്ല നിറഞ്ഞ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ. Amen. Filled with the Spirit, I'm saying this. വിവാഹം കഴിച്ച നിങ്ങളെ, Amen. To those who are married. കുഞ്ഞുങ്ങൾ നൽകപ്പെട്ട നിങ്ങളാണെങ്കിൽ, Amen. If God has given you ദൈവത്തിന്റെ children. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയട്ടെ. Amen. This is what the Holy Spirit അവൻ says. നിനക്കൊരു കുടുംബം തന്നിട്ടുണ്ടെങ്കിൽ, If God has given you a family. heir അവനാകയാൽ. Amen. He is the honor. heir അവനാകയാൽ. He is the heir. അവകാശി അവനാകയാൽ. He is the heir to നിന്റെ it. കുടുംബത്തിന് മേലുള്ള അവകാശം അവനാ ഉള്ളത്. Amen. He is the heir to your നിന്നെ family as well. സൃഷ്ടിച്ചപ്പോൾ ദൈവം ഇങ്ങനെയാ പറഞ്ഞത്. When He created you, this is what He said. സ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടെന്നാ പറഞ്ഞത്. Amen. Even before He laid foundation, He has ആണെങ്കിൽ seen you. ലോകവും അതിന്റെ സ്ഥാപനത്തിന് മുമ്പിൽ ഉള്ളവൻ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ലോകത്തിലും സ്ഥാപനത്തിലും നിന്നെ നിർത്തുവാനും കരുതുവാനും ശക്തനായ ദൈവമാ. വിശ്വസിക്കാമെങ്കിൽ ദൈവത്തെ വിശ്വസിച്ച് സ്തോത്രം ചെയ്തു. Amen. Even before He laid foundation, He has seen you. If that is the case, everything in the foundation and the world, He can sustain it for you. Hallelujah. Hallelujah. വെണ്ണിക്കുളത്തുനിന്നും തിരുവല്ലയിന്നും കോഴഞ്ചേരിയിന്നും പിടിച്ച് ദൈവം ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ, കൊണ്ടുവന്നവൻ അവനാണെങ്കിൽ ഇവിടെ നടത്തുവാനും കരുത്തുള്ള ദൈവമാണ് നിന്റെ ദൈവം. If God has brought you from different parts of the world and brought you over here, He is able to sustain you as well. ഒന്നുമില്ലായ്മയിൽ നിന്ന് പിടിച്ച് നിന്നെ ഇവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തകർക്കാനല്ല, നിന്നെ പണിഞ്ഞെടുത്ത് ദൈവരാജ്യത്തോടെ പ്രയോജനപ്പെടുവാൻ വിഴറിയ മുത്താക്കി മാറ്റുവാൻ എന്റെ ദൈവം ശക്തനത്രേ. I mean, if God has brought you out of nothing and He has brought you over here, is to make you as precious diamonds, not to destroy you. Hallelujah. Hallelujah. സ്തോത്രം ചെയ്യാൻ Can we just worship Him? ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? Can we just worship Him? ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം Can we ചെയ്യാൻ just പറ്റുമോ? join together and worship Him? Hebrew 10 and 12 and 13 says. എബ്രായലേഖനം 10 12 13 Let's പറയുന്നു. read this loud. നമുക്ക് ഉറക്കെ ഇത് വായിക്കാം. Having offered one sacrifice for sins, Amen. for what? All time. All time, Christ sat down at the right hand of God, waiting from that time onwards until his enemies be made a footstool for his feet. Amen. ഒന്ന് മലയാളത്തിൽ ഉറക്കൊന്ന് വായിച്ചെന്ന്.
യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ആഹാ. എന്നേക്കും ഒന്ന് വിചാരിച്ചേ, എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് ആ. തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുമ്പോളം കാത്തിരിക്കുന്നു. ഹേയ്, നിന്റെ എതിരായി നിൽക്കുന്ന ശത്രു അവനെ ശത്രുവാ. Amen. The enemies that are for you is his enemies as well. നമുക്ക് പോരാട്ടമുള്ളത് Our ജഡരക്തങ്ങളോടല്ല, warfare is not against flesh and blood. അന്ധകാരത്തോടും Amen. To darkness, ദുഷ്ടാത്മ സേനകളോടും to the dark principalities, നിന്നെ ബന്ധിക്കാൻ നോക്കുന്ന ബന്ധനങ്ങളോടും everything that എല്ലാ tries to bind you up, സ്ട്രോങ്ഹോൾഡ്സുമായിട്ടാ every stronghold. കർത്താവ് ഇങ്ങനെ പറയുന്നു, And the Lord says like ഞാൻ this, എല്ലാത്തിനെയും ജയിച്ചിട്ട് and I am victorious over ക്രൂശിൽ everything. മരിച്ചിട്ട് And after dying on the cross, ഉയർത്തെഴുന്നേറ്റിട്ട് and I have resurrected, പിതാവിന്റെ വലത്ത് ഭാഗത്ത് I'm ഇരിക്കുക. seated at the right hand of the ഇരിക്കുന്നതിന്റെ Father. അർത്ഥം എന്തോന്നറിയാമോ? Do you know what it means? I'm ഇനി sitting. ചെയ്യാനൊന്നുമില്ല, There is nothing more ഇനി to do. ചെയ്യാനൊന്നുമില്ല. There is nothing more to നിന്റെ do. ജീവനും ഭക്തിക്കും Amen. For everything, for your spirituality. വേണ്ടിയതെല്ലാം ചെയ്തിട്ടായിരിക്കുന്നത്. I have done everything and now I'm seated. When I say I'm sitting, ഞാൻ ഇരിക്കുന്നവനെന്ന് when I'm പറയുമ്പോൾ, seating, ഞാൻ my ഇരിക്കുന്നവനെന്ന് seat പറയുമ്പോൾ, is over there, എന്റെ സിംഹാസനം which അവിടെയുണ്ട്. means അതിന്റെ അർത്ഥം ഇതാണ്, it is finished. സകലതും It നിവൃത്തിയായി. is the finished work. ആമേൻ, നിവൃത്തിയായി. Nothing more has to be done. ഇനി ചെയ്യുവാൻ ഒന്നും തന്നെയില്ല. Child of God, പ്രിയ ദൈവപൈതലേ, you don't have to be scared. ആമേൻ, നീ My ഭയപ്പെടേണ്ട Lord is ആവശ്യമില്ല. speaking to you. എന്റെ ദൈവം നിന്നോട് സംസാരിക്കുന്നു. Jesus is speaking to you. യേശു നിന്നോട് Holy സംസാരിക്കുന്നു. Spirit is speaking to you. പരിശുദ്ധാത്മാവ് How many people feel the Lord is speaking? എത്ര പേർക്ക് പറയാം ദൈവം എന്നോട് Yes, how many സംസാരിക്കുന്നു? people say, my Lord has touched me? ആമേൻ, ദൈവം എന്നോട് സ്പർശിച്ചു. സ്പർശിച്ച് നല്ല ഉറപ്പുള്ള കരങ്ങൾ ഉയർത്തി If you truly believe ഒന്ന് God has സ്തോത്രം touched ചെയ്യാൻ you, പറ്റുമോ? can you just lift up your And I hands want and to give worship you a God? prophetic word. ഒരു പ്രാവചനിക ശബ്ദം ഞാൻ My തരട്ടെ. Lord says, എന്റെ ദൈവം പറയുന്നു, He is the heir ആമേൻ, താൻ who അവകാശിയാണ്. has control over everything, സകലതയിലും who is അധികാരമുള്ള the ദൈവം, creator of everything. സകലതയും സൃഷ്ടിച്ച ദൈവം, He holds everything. സകലതും തന്റെ He is the radiance of God's glory, ആമേൻ, ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയായിരിക്കുന്നു. exact representation of God's nature. ദൈവത്തിന്റെ തത്വത്തിന്റെ മുദ്രയുമായിരിക്കുന്നു. And He says, ആ ദൈവം പറയുകയാണ്, I got you. ആമേൻ, ഞാൻ മുറുകെ I പിടിച്ചിട്ടുണ്ട്. got you. ഞാൻ മുറുകെ I will പിടിച്ചിട്ടുണ്ട്. never leave you. ഞാൻ ഒരിക്കലും I will വിടുകയില്ല. never abandon ഞാൻ you. അനാഥരായി I will വിടുകയില്ല. never leave you. ഞാൻ വിടുകയില്ല. Oh, even though you feel like silence, ആമേൻ, നിങ്ങൾ എങ്ങനെ I മൗനമായിരിക്കുന്നു? will never leave you. ഓ, ഞാൻ എങ്കിൽ നിങ്ങളെ I will വിടുകയില്ല. never forsake you. ഞാൻ അനാഥരെ Somebody to വിടുകയില്ല. give a big hand to Lord. അധരങ്ങളെ അടിച്ച് ദൈവത്തെ Come on, മഹത്വം speak in വാഴ്ത്തട്ടെ. tongues and worship the name. അന്യഭാഷയിൽ ദൈവത്തെ Speak in ആരാധിക്കട്ടെ. tongues and worship the name. അന്യഭാഷയിൽ ദൈവത്തെ Come on, let's ആരാധിക്കട്ടെ. rise up in the presence of the Lord. അധികാരികൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, Let's rise up. എഴുന്നേറ്റ് നിന്നുകൊണ്ട്, Keep worshiping Lord. അധരങ്ങളെ അടിച്ചുകൊണ്ട്, Come on, keep worshiping Lord. ദൈവത്തെ ആരാധിക്കട്ടെ.